അപ്പോൾ നമ്മുടെ ഒരു വണ്ടിയുടെ ബോഡി കെട്ടാനുണ്ട്, സൈഡ് ബോഡിയാണ് കെട്ടുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/1 ഒരടിക്ക് 1 ഇഞ്ച് കനം വരുന്ന ആ പൈപ്പൊക്കെ ഉണ്ട്. അത് ഒരടീൻ്റെയാണ് കേട്ടോ അളവ്. അപ്പോൾ ഈ ഒരു പൈപ്പ് കൊണ്ടാണ് നമ്മൾ സൈഡ് ബോഡിയൊക്കെ സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ 2 പൈപ്പൊക്കെ വെച്ച് സൈഡ് ബോഡി അളവൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ട് സ്പോട്ട് അടിച്ച് സെറ്റാക്കിയ ശേഷമാണ് ബാക്കി ആംഗിൾ കാര്യങ്ങളൊക്കെ വെക്കുക. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവെക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം സെറ്റിങ്ങിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ മാറിപ്പോകാൻ അങ്ങനെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ട് പിന്നെ ഈ സൈഡ് ബോഡിയിലുള്ള ആംഗിളൊക്കെ ആ ഒരു ടേപ്പ് അളവ് വെച്ചൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അതേപോലെ ഇങ്ങനെ സൈഡിൽ ഈ ആംഗിൾ കാര്യങ്ങളൊക്കെ വെച്ച് ടോപ്പിൽ അതേപോലെ ആംഗിളൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ബോഡിയിൽ ഇങ്ങനെ വരുന്നത്. പിന്നെ ഇതിൻ്റെന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഗ്രില്ലടിച്ച് റൗണ്ട് പൈപ്പ് വെച്ച് ഗ്രില്ലടിച്ച് സെറ്റാക്കിയിട്ടാണ് ആ ഗ്ലാസ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് അടിച്ച് സെറ്റാക്കുന്നതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് ഗ്രില്ലടിച്ച് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഇനി നേരെ കൊണ്ട് അതിൻ്റെ ബാക്കിൽ കൊണ്ട് ഫിറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള പണി ഏകദേശമൊക്കെ സെറ്റായി, ഫുൾ വെൽഡിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ബാക്കിൽ ഇതേപോലെ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ പൈപ്പ് കാര്യങ്ങൾ കയറ്റാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചാനൽ വെച്ചിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഹോൾ വരുന്ന ഇതിലേക്കാണ് അത് കൊണ്ട് ഫിക്സ് ചെയ്തിട്ട് മുകളിലേക്ക് പൈപ്പ് വെക്കണത് കേട്ടോ. അപ്പോൾ ബാക്ക് ബമ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ഇതിൻ്റെ പണിയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 2 ദിവസത്തെ പണി ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫുള്ള് ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ ചെയ്തത്.